നഗരസഭാ പരിധിയിൽ സ്ഥാപിച്ചിരുന്ന KC വേണുഗോപാലിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. ഇതിൽ നിന്നാണ് പ്രതി സക്കറിയ ബസാർ സ്വദേശി നിഹാറാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ളതായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തി സമൂഹത്തിൽ കലഹമുണ്ടാക്കാൻ ശ്രമിക്കുക, ഇലക്ഷൻ പ്രചരണ ബോർഡ് നശിപ്പിച്ച് നാശനഷ്ടം വരുത്തുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വളഞ്ഞവഴിയിൽ UDF തെരുവ് നാടക സംഘത്തെ ആക്രമിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അടക്കം 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഇവർക്കെതിരെ ദുർബല വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. CPM-ന്റെ ഉന്നത നേതാക്കളെ വെള്ളപൂശുന്ന തരത്തിലാണ് അവിടുത്തെ കേസ് വന്നിരിക്കുന്നത്. ഞങ്ങളത് പരിശോധിച്ചു, FIR പരിശോധിച്ചു, അതിൽ ഉണ്ടായിരിക്കുന്ന ഒഫൻസുകൾ ഞങ്ങൾ പരിശോധിച്ചു. കേവലം സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പനുസരിച്ചാണ് ഈ CPM നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് അംഗീകരിച്ചു പോകാൻ പറ്റില്ല. തെരുവ് നാടകത്തിന് നേരെ നടന്ന അതിക്രമത്തെയും ഫ്ലക്സുകൾ വ്യാപകമായി നശിപ്പിച്ചതിനെയും CPM നേതൃത്വം തള്ളിപ്പറഞ്ഞു. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന സമീപനമല്ല. എതിരാളികളുടെ അല്ലെങ്കിൽ UDF-ന്റെ BJP-യുടെ ഞങ്ങളെ കുടിയും തോരണങ്ങളും ഒക്കെ തകർക്കുക എന്നുള്ളതൊന്നും ജനാധിപത്യപരമായ രീതിയല്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിനാൽ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പിൽ മുൻപെങ്ങുമില്ലാത്ത വീറും വാശിയുമാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.